ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ കുറച്ച് MCQs ആണ്. സോ നമുക്ക് റിക്വസ്റ്റ് വന്നിരുന്നു കൂടുതൽ MCQs ചെയ്യൂ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ എന്ന്. സോ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 50ഓളം വരുന്ന ഒരു MCQs ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ. നമുക്കറിയാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, HDI അല്ലെ. HDI എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? മെയിൻ ആയിട്ടും ലോഞ്ചിവിറ്റി, നോളേജ് ആൻഡ് ഇൻകം, ഈ മൂന്ന് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ്, ഇൻകം. സോ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ലോഞ്ചിവിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ദി നോളേജ്? നോളേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിന്റെ ഇൻഡിക്കേറ്റർ എന്താണ്? എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് അല്ലെങ്കിൽ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ദെൻ ഇൻകം വന്നിട്ട് GNP പെർ ക്യാപിറ്റ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സും കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു ഡയമെൻഷൻ ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ്, നോളേജിന്റെ ബേസിസിൽ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, ഇൻകത്തിന്റെ ബേസിസിൽ GNI ഇൻഡെക്സ്. ദെൻ ഈ മൂന്ന് ഇൻഡെക്സിന്റെയും ജോമെട്രിക് മീൻ ആണ് എന്ന് പറയുന്നത് HDI എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ HDIനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലോ HDI, മീഡിയം HDI, ഹൈ HDI, വെരി ഹൈ HDI. അപ്പൊ അത് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നെക്സ്റ്റ്, economic development as a concept is more relevant for economic development is relevant for developing countries. Major ഫാക്ടേഴ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. എക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ, പോപ്പുലേഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലേ, ഓൾ ഓഫ് ദി എബോ ആണ്. എല്ലാ ഫാക്ടേഴ്സും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. PQLI വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ് PQLI. സോ PQLI എന്ന് പറയുമ്പോൾ ആരാണ്? മോറിസ് ആണ്. മെഹബൂബുൽ ഹക്ക് എന്താണ്? മെഹബൂബുൽ ഹക്ക് HDIയുടെ കോൺട്രിബ്യൂട്ടർ ആണ്. സോ മോറിസ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, ഇൻഫാന്റ് മോർട്ടാലിറ്റി, ലിറ്ററസി റേറ്റ്, ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ആണ് PQLIയിൽ മെഷർ ചെയ്യുന്നത്. 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ അത് ഓർത്തു വയ്ക്കും. വിച്ച് ഓഫ് ദ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ്? ഏതാണ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ്? ബോത്ത് A and B അല്ലെ. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം കൺവെൻഷണൽ മെത്തേഡ് ആണ്. സെൻസ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ടേംസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് വാട്ട് ഇസ്? യെസ്, എൻടൈറ്റിൽമെന്റ് ആൻഡ് കാപ്പബിലിറ്റീസ്. ഓൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ. എല്ലാ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും എന്താണ്? ഡെവലപ്പിംഗ് അറ്റ് എ ഡിഫറെന്റ് റേറ്റ്സ് അല്ലെ. ഓരോ ഡെവലപ്പിംഗ് കൺട്രീസിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. Underdeveloped countries are slums of world economy statement is given by, that is കെയ്ൻ ക്രോസ് ആണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, വിത്ത് എക്കണോമിക് ഗ്രോത്ത് ദർ ഇസ് എ ഷിഫ്റ്റ് അവേ ഫ്രം അഗ്രികൾച്ചർ. ഓക്കെ, ഷിഫ്റ്റ് അവേ ഫ്രം അഗ്രികൾച്ചർ. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്മൾ അഗ്രികൾച്ചറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലെ. ഷിഫ്റ്റിംഗ് അവേ ഫ്രം അഗ്രികൾച്ചർ. ഓക്കെ, അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യ ഒരു എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ അഗ്രികൾച്ചറിലെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. സോ ഇപ്പൊ എക്കണോമിക് ഗ്രോത്ത് കൂടി വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുകയാണ്? അഗ്രികൾച്ചറിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഗ്രോത്ത് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ഇസ് നൗ മോസ്റ്റ്ലി റിസൾട്ട് ഓഫ് എന്താണ്? ഡെവലപ്ഡ് കൺട്രീസിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് റൈസിങ് ലിവിങ് അല്ലെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അവിടുത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ബേസിസ് ഓഫ് HDI? നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് HDIയുടെ മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി, എൻറോൾമെന്റ് റേഷ്യോ അല്ലെ, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, GDP പെർ ക്യാപിറ്റ. പക്ഷെ വിമൻ ലിറ്ററസി ഉണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ എക്കണോമിക് ഡെവലപ്മെന്റ് മീൻസ് എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ഗ്രോത്ത്
പ്ലസ് ചേഞ്ചസ് ആണ് അല്ലെ. ഗ്രോത്തും അവിടെ ഒരു എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസും കൂടെ വരുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കർ ചെയ്യുന്നത്. According to Simon Kuznets, the relationship between GNP per capita and inequality in the distribution of income is expressed as. അപ്പോൾ സൈമൺ കുസ്നെറ്റിന്റെ നമുക്കറിയാം ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ് ആണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി GNP പെർ ക്യാപിറ്റ ആൻഡ് ഇൻഇക്വാളിറ്റി. സോ നമുക്കറിയാം എന്താണ് വൈ ആക്സിസിൽ ഒരു യു ഷേപ്പ് ആണ് അല്ലെ, ഇങ്ങനെയാണ് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് കുസ്നെറ്റ് കർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ വൈ ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, ഇൻഇക്വാളിറ്റിയും എക്സ് ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, GNP പെർ ക്യാപിറ്റയാണ്. ഓക്കെ, GNP അല്ലെങ്കിൽ GDP ആണ്, അല്ലെങ്കിൽ ഇൻകം ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. വൈ ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, ഇൻഇക്വാളിറ്റി ആണ്. സോ എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്ത്, GNP ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സോറി, ഇൻഇക്വാളിറ്റി ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ, അതായത് നമ്മുടെ ഇക്കോണമിയുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഇൻഇക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ ഗ്രോത്ത് ഇൻക്രീസ് മീൻസ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ GNP പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻഇക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എഗെയിൻ ഇറ്റ് ഇസ് ഡിക്രീസിങ്. സോ ഇൻഇക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ ഇൻഇക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് കുസ്നെറ്റ് inverted U hypothesis. So first increasing and then decreasing. Okay, GNP per capita first increasing, then decreasing. Next, the inverted U hypothesis development is put forward by ഞാൻ പറഞ്ഞു സൈമൺ കുസ്നെറ്റ് ആണ്. കുസ്നെറ്റ് കർവ് എന്നും പറയുന്നു ഇതിനെ. സോ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ് ആരാണ്, സൈമൺ കുസ്നെറ്റ് ആണ്. The concept of sustainable development was first developed by, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആരാണ്, ബ്രട്ട്ലാൻഡ് കമ്മീഷൻ ആണ് അല്ലെ. ബ്രട്ട്ലാൻഡ് കമ്മീഷൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്തത്, കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ്, മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറയുന്ന ഒരു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദി അൺബാലൻസ്ഡ് ഗ്രോത്ത് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ, നമുക്കറിയാം അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റും ഗ്രോത്തും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ഗ്രോത്ത് തിയറീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് ആണ് ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റും. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റിന്റെ പ്രൊപ്പോണ്ടേഴ്സ് ആരാണ്, അല്ലെങ്കിൽ പ്രൊപ്പോണൻസ് ആരാണ്, അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റിന്റെ പ്രൊപ്പോണൻസ് ആരാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏത് എന്നുള്ള രീതിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്, ലേവിസ്, അതുപോലെ തന്നെ നെർക്സെ, അതുപോലെ തന്നെ റോസൻസ്റ്റൈൻ റോഡാൻ, ഇവരാണ് കൂടുതലായിട്ടും ഈ ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് ആളുകൾ. ഇനി അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹിഷ്മാൻ, അതുപോലെ തന്നെ സിംഗർ, ദെൻ റോസ്റ്റോ, ദെൻ ഇവരൊക്കെയാണ് മെയിനായിട്ടും അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ എന്താണ് ഡൈനാമിക് ആൻഡ് ഇലാസ്റ്റിക് മോഡൽ എന്നും കൂടെ വിളിക്കാറുണ്ട്. അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ ഡൈനാമിക് ആൻഡ് ഇലാസ്റ്റിക് മോഡൽ എന്നും കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, അൺബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ ഡൈനാമിക് ആൻഡ് ഇലാസ്റ്റിക് മോഡൽ എന്നും കൂടെ വിളിക്കാറുണ്ട്, അത് ഓർത്തു വെക്കുക. ദെൻ ആരാണപ്പോ, യെസ്, ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് ബൈ ഹിഷ്മാൻ, മറക്കരുത് ഹിഷ്മാൻ ആണ്. ബാക്കിയുള്ളവരൊക്കെ ആരാണ്, ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് treats population is the factor that is. ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് തെസിസിൽ ഇൻകം ഡിപ്രസിങ് ഫോഴ്സസിനെയും ഇൻകം ജനറേറ്റിംഗ് ഫോഴ്സസിനെയും ഒക്കെ പറയുന്നുണ്ട്. ഇൻകം ജനറേറ്റിംഗ് ഫോഴ്സസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അല്ലെ. ഇൻകം ഡിപ്രസിങ് ഫോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് തെസിസ് ഇസ് ഗിവൻ ബൈ, ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് തെസിസ് ആരാണ് കൊണ്ടുവന്നത്, ലെയ്ബൻസ്റ്റീൻ ആണ്. ഓക്കെ, ലെയ്ബൻസ്റ്റീൻ ആണ്, ലെയ്ബൻസ്റ്റീൻ ആണ് ക്രിട്ടിക്കൽ മിനിമം എഫോർട്ട് തെസിസ് കൊണ്ടുവന്നത്. A number of indivisibilities hinders the process of economic growth in initial stage. This view was enunciated by, that is, Paul N. Rosenstein Rodan ആണ്. റൊഡാന്റെ എന്താണ് ബിഗ് പുഷ് തിയറിയിലാണ് എന്താണ് പറയുന്നത്,
ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ് ഇൻഡിവിസിബിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്കോണമീസിനെ പറ്റി പറയുന്നത്. മെയിനായിട്ടും 3 ഇൻഡിവിസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്നത്. സോ ബാലൻസ്ഡ് ഗ്രോത്തിന്റെ ഭാഗമാണ് എന്ത് റോസൻസ്റ്റീൻ റൊഡാനിന്റെ ബിഗ് പുഷ് തിയറി ഒക്കെ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഫൗണ്ട് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്? ഡെവലപ്പിംഗ് കൺട്രീസ് നമുക്കറിയാം ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ പ്രോപ്പർട്ടി, വെരി ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. ഇതൊക്കെ എന്താണ് ഡെവലപ്പിംഗ് നേഷന്റെ ഒരു ഫീച്ചറാണ്. വാട്ട് പോൾ ഓഫ് ദി എബോ ആണ് ആൻസർ. വാട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? വാട്ട് ഇസ് GDP? എന്താണ് GDP? ഗുഡ്സ് ഗ്രോസ് എന്താണ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അതെന്താണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ളിലുള്ള ഇൻകം ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ ഇൻകം ഏൺഡ് വിത്തിൻ ദി കൺട്രീസ് ബൗണ്ടറീസ്. Which of the following is not requirement of the economic development? Economic development റിക്വയർ അല്ലാത്തൊരു ഫാക്ടർ ഏതൊക്കെയാണെന്നാണ്. ടെമ്പറേറ്റ് ക്ലൈമറ്റ്, അഡിക്വേറ്റ് ക്യാപിറ്റൽ ബേസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്, നാച്ചുറൽ റിസോഴ്സ്. നമുക്കറിയാം എന്താണ് ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ബാക്കിയുള്ളതൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടറാണ്. Supply side of vicious circle of poverty suggests that the poor nation remain poor because നമുക്കറിയാം വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിക്ക് കാരണം സപ്ലൈ സൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ഡിമാൻഡ് സൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ സപ്ലൈ സൈഡ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്ന് പറയുന്നത് സേവിങ്സ് റിമെയിൻ ദി സ്ലോ. സേവിങ്സ് റിമെയിൻസ് ലോ എന്നുള്ള ഫാക്ടറിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് സപ്ലൈ സൈഡ് ഓഫ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇക്കണോമിക് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് പ്ലസ് നമ്മൾ പറഞ്ഞു സ്ട്രക്ചറൽ ചേഞ്ചസ് ആണെന്നല്ലേ. സോ ഗ്രോത്ത് പ്ലസ് ചേഞ്ചസ് ഇൻ ദി ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഇംപ്രൂവ്മെന്റ് ഇൻ ദ വെൽബീങ്, അർബൻ പോപ്പുലേഷൻ ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? എക്കണോമിക് ഗ്രോത്ത് പ്ലസ് ചേഞ്ചസ് ഇൻ ദി ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദി എക്കണോമിക് സ്ട്രക്ചർ ആണ്. ദെൻ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കമ്പൈൻസ്. നമ്മൾ പറഞ്ഞു ഇൻഫാന്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്റ്റൻസി, അഡൾട്ട് ലിറ്ററസി റേറ്റ്. ഈ 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിനെ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1979 കൊണ്ടുവരുന്നത്. മോറിസ് ആണ് അല്ലെ. 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് ദെൻ 1ഉം 100ഉം ആണ് അതിന്റെ എന്താ പറയാ റേഞ്ച് എന്ന് പറയുന്നത്. 1 വേഴ്സ്റ്റ് പെർഫോമൻസും 100 ഇസ് ദ ബെസ്റ്റ് പെർഫോമൻസും ആണ്. ഓക്കെ, ഇൻഫാന്റ് മോർട്ടാലിറ്റി. എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആനുവൽ നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ഇൻഫാന്റ് അണ്ടർ 1 year old per 1000 live birth അല്ലേ. ദാറ്റ് ഇസ് ഇൻഫാന്റ് മോർട്ടാലിറ്റി. Human Development Index summarizes great deal of social performance in a single composite index of combining. എന്താണ് GDP? നമുക്കറിയാം. യെസ്, HDI, ലോഞ്ചിവിറ്റി, എഡ്യൂക്കേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ചോദിക്കാം. ദെൻ നോളേജ് ആയിരിക്കാം എഡ്യൂക്കേഷന് പകരം, അല്ലെങ്കിൽ ലിറ്ററസി ആയിരിക്കാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ പകരം ഇൻകം ആയിരിക്കാം. സോ അപ്പം അത് പല രീതിക്ക് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. An economic development proceeds, income inequality tend to be follow and dash curve, that is inverted U shape. According to Levy's model, dual economy grows only when dual economy എങ്ങനെയാണ്? According to the Levy's model, the modern sector increases with its output share relative to traditional sector. That is the A is the correct option. Dual economies are countries. Dual economies are countries. ഡ്യുവൽ എക്കോണമി എന്ന് വെച്ചാൽ ഒരു മോഡേൺ സെക്ടർ ഉണ്ടായിരിക്കും, ഒരു ട്രഡീഷണൽ സെക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡ്യുവൽ എക്കോണമി വിത്ത് മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ ആസ് വെൽ ആസ് ട്രഡീഷണൽ അഗ്രികൾച്ചറൽ സെക്ടർ. വിഷ്യസ് സർക്കിൾ ഓഫ് തിയറി സ്റ്റേറ്റ് ദാറ്റ്. വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എ കൺട്രി ഇസ് പുവർ ബിക്കോസ് ഇറ്റ് ഇസ് പുവർ. സോ low per capita income creates low saving that keeps income low. So that is the correct option in the case of vicious circle theory. Next, Rostov stages of economic stages are.
റോസ്റ്റോയുടെ എക്കണോമിക് സ്റ്റേജസ് ഞാൻ മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് 5 സ്റ്റേജസ് ആണുള്ളത്. എന്താണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയാണ്. ദെൻ പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, ദെൻ ദ ടേക്ക് ഓഫ്, റൈറ്റ് ടു മെച്യൂരിറ്റി ആൻഡ് ഹൈ ഏജ് ഓഫ് മാസ് കൺസംഷൻ. അങ്ങനെ 5 സ്റ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ, ബി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഓപ്ഷൻ എയിൽ നോക്കൂ, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, റൈറ്റ് ടു മെച്യൂരിറ്റി എല്ലാം കറക്റ്റ് ആണ്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ ഏജ് ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അത് തെറ്റാണ്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ്. അപ്പം ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, റൈറ്റ് ടു മെച്യൂരിറ്റി, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. അപ്പൊ ഈ 5 സ്റ്റേജസും എന്താണെന്നുണ്ടെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം ഈസ്. നമുക്കറിയാം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ, മാർക്കറ്റ് ഓറിയന്റഡ് ആണ്. ഇക്കണോമിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അല്ലെങ്കിൽ പ്രൈവറ്റ് എക്കോണമി, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമി ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ക്യാപിറ്റലിസം റിലീസ് ഓൺ ദ മാർക്കറ്റ് മേക്ക് എക്കോണമിക് ഡിസിഷൻ. സോഷ്യലിസം യൂസസ് സെൻട്രൽ പ്ലാനിങ് ആണ് കറക്റ്റ് ഓപ്ഷൻ. സെൻസിന്റെ വെൽഫെയർ തിയറീസ് റിലേസ് ഓൺ. അമർത്യ സെന്നിന്റെ സെൻസ് വെൽഫെയർ തിയറീസ് ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽ ക്യാപ്പബിലിറ്റീസ് അല്ലെ. ക്യാപ്പബിലിറ്റീസ് അപ്രോച്ച് എന്നാണ് സെൻസ് വെൽഫെയർ തിയറി അറിയപ്പെടുന്നത്. ഇൻകം ഇൻഇക്വാളിറ്റീസ് ആർ ഓഫൻ ഷോൺ ഓൺ എ ലോറൻസ് കർവ്. ഓക്കെ, അപ്പോൾ ലോറൻസ് കർവ് ആണ് ഇന്ന് ഇൻകം ഇൻഇക്വാളിറ്റിയെ കാണിക്കുന്ന കർവ്. വാല്യൂ ഓഫ് 1 ഇൻ ഗിനി ഇൻഡെക്സ് റെപ്രസെന്റ്. നമ്മൾ പറഞ്ഞു 1 എന്ന് പറയുന്നത് മാക്സിമം ഇൻഇക്വാളിറ്റി ആണ്, 0 എന്ന് പറയുന്നത് മാക്സിമം ഈക്വാളിറ്റി, പെർഫെക്റ്റ് ഈക്വാളിറ്റി ആണ്. അപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണിത്. ലോറൻസ് കർവ് ഷോസ് ദി ഇൻകം കോൺസെൻട്രേഷൻ റിലേറ്റഡ് ടു ദി 45-degree ലൈൻ അല്ലേ. നെക്സ്റ്റ്, ദ പീരിയഡ് ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ബിറ്റ്വീൻ പ്രീ ഇൻഡസ്ട്രിയൽ stable population characterized by high birth rate and death rate. Later, modern stable population marked by low fertility and mortality rate is known as demographic transition. Dash is the ratio of non-working population under 15 years old and over 65 years old to the working age population is called as dependency ratio. Okay. അതായത് 15 വയസ്സിന് താഴെയുള്ളവരും 64 വയസ്സിന് മുകളിലുള്ളവരും എന്ന് വെച്ചാൽ വയസ്സായ ആളുകളും കുട്ടികളും അവരെന്താണ് നോൺ വർക്കിംഗ് പോപ്പുലേഷൻ ആണ്. സോ ആ നോൺ വർക്കിംഗ് പോപ്പുലേഷനെ വർക്കിംഗ് ഏജ് പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യാണ്. ദാറ്റ് ഇസ് ആ റേഷ്യോനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. ദേ ആർ ഡിപ്പെൻഡിങ് പോപ്പുലേഷൻ അല്ലേ. സ്റ്റേഷനറി പോപ്പുലേഷൻ ഇസ് വെൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് 0. ഇത് നമ്മൾ ഏർലിയർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. The Essays on Principles of Population was written by, നമുക്കറിയാം ആരാണ്, തോമസ് മാൽത്തൂസിന്റെ ആണ്. തോമസ് മാൽത്തൂസ് ആണ് എസ്സേസ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ വാസ് റിട്ടൺ. സോ തോമസ് മാൽത്തൂസിന്റെ ബുക്കാണ് എസ്സേസ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി സീൻ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഓഫ് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലേ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഡബ്ല്യു റോസ്റ്റോ ദ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആർ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണുള്ളത് അല്ലേ. ഏതൊക്കെയാണ് ആ 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, പിന്നെന്താണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ഹൈ ഏജ് ഓഫ് മാസ് കൺസംഷൻ. Most underdeveloped economies suffer from dash which do not let the rate of growth up to a lower level. പോപ്പുലേഷൻ പ്രഷർ ആണല്ലേ. പോപ്പുലേഷൻ പ്രഷർ ആണ് അണ്ടർഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർഡെവലപ്ഡ് ഇക്കോണമീസ് സഫർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് അവരെ എന്ത് ചെയ്യുന്നു, ലോ ഇൻകം ലെവലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ദ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇസ് നാരോവർ കോൺസെപ്റ്റ് ദാൻ എക്കണോമിക് ഡെവലപ്മെന്റ്. കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ആസ് കമ്പയർ ടു എക്കണോമിക് ഗ്രോത്ത്, as compared to economic development, economic growth is a narrower concept than economic development. The rate of growth of an economy mainly depends upon
The rate of growth mainly depends upon the rate of growth of labor force, the proportion of national income saved and invested, the technological im- improvements. So the rate of growth and economy mainly depends upon ഇതെല്ലാം എല്ലാം കറക്റ്റ് ആണല്ലേ? ഓൾ ഓഫ് ദി എബോ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ലേബർ ഫോഴ്സ്, ദ പ്രൊപ്പോർഷൻ ഓഫ് നാഷണൽ ഇൻകം സേവ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്, റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്. The stationary state envisaged by Adam Smith is marked by low rate of profit, high rent, subsistence level of wages. All of the above. Who put forward the theory of social dualism? That is J.H. Book. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ബോക്കിന്റെ സോഷ്യൽ ഡ്യുവലിസം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സോഷ്യൽ ഡ്യുവലിസം ബുക്കാണെന്ന്. As an economy with no population growth and technological change, steady state consumption as it is greatest possible level when marginal product of capital is equal depreciation rate. Okay, as an economy with no population growth, no technological change. എക്കോണമിയിൽ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇല്ല, ടെക്നോളജിക്കൽ ചേഞ്ച് ഇല്ല. അപ്പൊ അവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ദി ഡിപ്രീസിയേഷൻ റേറ്റ് ആയിരിക്കും. ദ ബിഗ് പുഷ് സ്ട്രാറ്റജി വാസ് ഡെവലപ്ഡ് ബൈ, നമുക്കറിയാം റോസൻസ്റ്റീൻ റൊഡാൻ ആണ് ബിഗ് പുഷ് സ്ട്രാറ്റജി കൊണ്ടുവന്നത്. സോ ദീസ് ആർ ദ 50 questions റിലേറ്റഡ് ടു ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് 50 questions, നമുക്കൊരു 100 questionസും കൂടെ ഉണ്ട്. സോറി 50 questionസും കൂടെ ഉണ്ട്. ടോട്ടൽ 100 questions ആണ്. അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.